ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആലു ഗോബി മസാലൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇത് ചപ്പാത്തിക്കും പൂരിക്കും ചോറിനും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ആലു ഗോബി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1 കപ്പ് കോളിഫ്ലവറും പിന്നെ അതുപോലെ തന്നെ 1 കപ്പ് ഉരുളക്കിഴങ്ങാണ് എടുത്തത്. ഈ കോളിഫ്ലവർ ഞാൻ നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പാണ്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും 1 കപ്പാണ് വേണ്ടത്. ഇനി നമുക്ക് കുറച്ച് മസാല ചതച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചെറിയ ഉള്ളി ഒരു 5-8 ചെറിയ ഉള്ളി, പിന്നെ ഒരു തക്കാളിൻ്റെ ഒരു 1/4 ഭാഗം, പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ചെറിയ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതക്കുന്ന കല്ലുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും ചതച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാൻ ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. നല്ലോണം ചതച്ചെടുക്കണേ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും തക്കാളിയും പിന്നെ പച്ചമുളകും ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിക്കൊടുക്കാം. നമ്മൾ സാധാരണ ഉള്ളി തക്കാളി നല്ലോണം വാട്ടിയെടുക്കുന്നില്ല, അതുപോലെ തന്നെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലോണം ഒന്ന് വാട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മാംഗോ പൗഡറില്ല അതൊരു 1/4 ടീസ്പൂണ്, പിന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മാംഗോ പൗഡർ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാകണമെന്നില്ല, പക്ഷേങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതില്ലെങ്കിൽ കുറച്ച് ചാട്ട് മസാല ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് കുറച്ച് ഞാൻ ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഈ കറി ഡ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മളെ ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കോളിഫ്ലവർ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിച്ചപ്പ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആലു ഗോബി മസാലയുടെ റെഡിയായി. ഇത് ചപ്പാത്തിക്കും പൂരിക്കും ചോറിനും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.